ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ചൂട് കൂടിയതോടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ് അതിൽ അധികമായും കണ്ടുവരുന്നത്. ഈ അമിതമായ ചൂട് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലുകളും ചൂടുകുരുവും എങ്ങനെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ളതും, ശരീരം തണുപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നുള്ളതും അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ചൂട് കൂടുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികളിൽ തടസ്സം വരികയും വിയർപ്പ് പുറത്തു വരാതെ നിൽക്കുമ്പോൾ തൊലിപ്പുറത്ത് ചെറിയ കുരുക്കൾ രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഈ രൂപപ്പെട്ടു വരുന്ന ചെറിയ കുരുക്കൾ ചൂടുകുരു എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൂടുകുരു ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ചൊറിയാതിരിക്കുന്നതാണ് നല്ലത്. ചൊറിയുന്നത് മൂലം അതിലെ അണുക്കൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു തണുത്ത ഫുട്പാത്തിൽ കാലുകൾ ഇട്ടുകൊണ്ട് ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയാണ് ഇത്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഐസ് ക്യൂബുകൾ ഇട്ട് അതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് പാദങ്ങൾ അല്പനേരം വെള്ളത്തിൽ ഇട്ടുവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കാൻ കഴിയും. വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ പാനീയം തേങ്ങാവെള്ളമാണ്. നിർജ്ജലീകരണം, അണുബാധ എന്നിവയുൾപ്പെടെയുള്ള വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പ്രകൃതിദത്ത പരിഹാരങ്ങളിലൊന്നാണ് തേങ്ങാവെള്ളം. ദിവസവും ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കാം. ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത മാർഗങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഒരു മൾട്ടി ഫങ്ഷണൽ സസ്യമാണ്. ഇത് ശരീരത്തെ തണുപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്തുകൊണ്ട് സാധാരണ ശരീര താപനില നിലനിർത്താൻ സഹായിക്കും. ഒരു തണുത്ത കുളിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയ കറ്റാർവാഴ ഇലയുടെ ജെൽ വേർതിരിച്ചെടുത്ത് ശരീരത്തിൽ 20 മിനിറ്റ് നേരം പുരട്ടാം. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ രാജ്യങ്ങളിലെ ഭക്ഷണത്തിലെ നിർണായക ഘടകമാണ് തൈര്. തൈര് വായ, തൊണ്ട, ആമാശയം എന്നിവയിൽ നിന്നും ചൂട് അകറ്റുന്നു. മാമ്പഴം കൂടാതെ വേനൽ ചൂടിനെ തോൽപ്പിക്കുന്ന മറ്റൊരു സാധാരണ പഴമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ഉയർന്ന ജലാംശം ഉണ്ട്. ഇത് ശരീരത്തെ ജലാംശം നിലനിർത്താനും തണുപ്പിക്കാനും സഹായിക്കും. സ്ഥിരമായി കഴിക്കുന്നത് ശരീര താപനില നിയന്ത്രിക്കാൻ, വേനൽക്കാലത്ത് തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സെലറി. അതിൽ 90% വെള്ളവും സുപ്രധാന പോഷകങ്ങളും ഉൾപ്പെടുന്നു. ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം, സിങ്ക് എന്നിവ സെലറിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മോരിൻ്റെ ഏറ്റവും പ്രയോജനപ്രദമായ ഗുണം ശരീര താപനില കുറയ്ക്കുന്നു എന്നതാണ്. വേനൽ ചൂടിൽ ശ്വാസം മുട്ടി നഷ്ടപ്പെടുന്ന സുപ്രധാന പ്രോബയോട്ടിക് വിറ്റാമിനുകളും ധാതുക്കളും മോര് നൽകുന്നു. ചന്ദനത്തിൻ്റെ വിശ്രമവും തണുപ്പിക്കൽ ഗുണങ്ങളും ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും. 2 സ്പൂൺ ചന്ദനവും കുറച്ച് വെള്ളവും ഉപയോഗിച്ച് കട്ടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. ഈ പേസ്റ്റിൽ ഏതാനും തുള്ളി റോസ് വാട്ടർ ചേർത്ത് നെറ്റിയിലും നെഞ്ഞിലും പുരട്ടുക. ചന്ദനം മാസ്ക് 3 മുതൽ 5 മിനിറ്റ് വരെ ഉണങ്ങാൻ അനുവദിക്കുക. എന്നിട്ട് അത് വെള്ളത്തിൽ കഴുകുക. ഇങ്ങനെ ചൂടുകുരു വന്ന ഭാഗത്ത് 10 മിനിറ്റോളം തൈര് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുമ്പോൾ ഇറിറ്റേഷനും ചൊറിച്ചിലും മാറിക്കിട്ടുന്നതാണ്. കുളി കഴിഞ്ഞ സമയത്ത് ശരീരത്തിൽ നിന്നും വെള്ളം ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ശരീരം ഉരസാൻ പാടില്ല. ചൂടുകുരു മാറാൻ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന പൊടിക്കൈകളിൽ ഒന്നാണ് തേങ്ങാപ്പാൽ. ചൂടുകുരു ഉള്ള ഭാഗങ്ങളിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ചൂടുകുരു മാറിക്കിട്ടുന്നതിന് വളരെ നല്ലതാണ്. ആര്യവേപ്പില ഇട്ട വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ചൂടുകുരു ഉള്ള ഭാഗങ്ങളിൽ ആര്യവേപ്പില അരച്ച് തേക്കുന്നതും വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്.
ചൂട് സമയത്തുണ്ടാകുന്ന ചൊറിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കുളിക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ചൊറിച്ചിൽ മാറിക്കിട്ടുന്നതിന് ഇത് സഹായിക്കും. ഈ ചൂടുകാലത്തുണ്ടാകുന്ന ചൊറിച്ചിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ആര്യവേപ്പും ചെറുനാരങ്ങയും ചേർത്ത് വെള്ളം ചൂടാക്കി അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കുളിക്കുന്നതും ഇതിന് ഒരു പരിഹാരമാണ്. ചൂട് സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിന്തറ്റിക് വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക. ലൂസുള്ളതും കോട്ടൺ വസ്ത്രങ്ങളുമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇളം നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ചെറുനാരങ്ങയുടെ പതിവ് ഉപയോഗം ചൂട് മൂലമുള്ള അസുഖങ്ങൾ തടയാൻ സഹായിക്കും. നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഇത് താപനില കുറയ്ക്കാൻ സഹായിക്കും. ഒരേ സമയം ജലാംശം നൽകുകയും ശരീരത്തെ ഓക്സിജൻ നൽകി ഫ്രഷായി നിലനിർത്തുകയും ചെയ്യും. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നാരങ്ങ പിഴിഞ്ഞ് അതിൽ 1 തുള്ളി തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. ചുട്ടുപൊള്ളുന്ന ഇന്ത്യൻ വേനൽക്കാലത്ത് ദാഹം ശമിപ്പിക്കുന്നതിനായി ഐസ് ക്യൂബുകൾ, മൈൽഡ് ടീ ഇൻഫ്യൂഷൻ എന്നിവ നിറച്ച ഗ്ലാസ്സിൽ തേനും നാരങ്ങയുടെ സ്വാദും ചേർത്ത് മധുരമുള്ള ഒരു തരം തണുത്ത ചായയാണ് ഐസ് ടീ. തിളയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ചായ ഇലകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അല്പം പുതിനയില, ചെറുനാരങ്ങ വളയങ്ങൾ, ചെറുനാരങ്ങ നീര്, തേനും മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ്. ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. ഉപ്പിട്ട കഞ്ഞിവെള്ളം, മോര്, നാരങ്ങാവെള്ളം ധാരാളമായി കുടിക്കുക. വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും സാലഡുകളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.